ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫർഹാസ് റെസിപ്പി. റൈസ് വേവായിട്ടുണ്ട്. ഇനി ഇതൊന്ന് വെള്ളം വാർത്തെടുക്കാം. റൈസിലെ വെള്ളമെല്ലാം വാർത്തെടുത്തിട്ടുണ്ട്. വെജിറ്റബിൾ മിക്സിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഈ റൈസ് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. നമുക്ക് വീട്ടിലുള്ള വെജിറ്റബിൾസ് വെച്ച് തന്നെ ഇങ്ങനെ ഫ്രൈഡ് റൈസ് തയ്യാറാക്കാം. മക്കൾക്കൊക്കെ സ്കൂളിലേക്ക് കൊടുത്തു വിടാനും ഇത് ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡ് തന്നെയാണ്. വെജിറ്റബിൾസും റൈസും കൂടി ഞാനിവിടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്രൈഡ് റൈസിലേക്കൊരു മിക്സ് തയ്യാറാക്കാനുണ്ട്. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് സോയാ സോസാണ്. 1 ടീസ്പൂൺ സോയാ സോസ് ആണ്. അതുപോലെ 1 ടീസ്പൂൺ വിനെഗറും എടുത്തിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. സോയ വിനെഗർ മിക്സ് ഫ്രൈഡ് റൈസിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. റൈസിന് മുകളിലായി ഒഴിച്ചു കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്ത് സോയാ സോസിൻ്റെയും വിനെഗറിൻ്റെയും ഈ ടേസ്റ്റാണ് നമ്മുടെ ഫ്രൈഡ് റൈസ് ടേസ്റ്റ് കൂട്ടുന്നത്. ഇത് ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടേക്ക് കെയർ. ബൈ ബൈ.